الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല രചിച്ച നവാഖിദുൽ ഇസ്ലാം എന്ന റിസാലയുടെ ഷറഹാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷറഹ് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ മുദരിസായ ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ല നടത്തിയിരിക്കുന്ന ഷർഹാണ്. ഇതിൽ 4 നവാക്കിളുകളും അതിൻ്റെ വിശദീകരണങ്ങളും നമ്മൾ വായിക്കുകയുണ്ടായി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ 10 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് 5ാമത്തെ വിഷയമാണ്. അൽ ഖാമിസ് മൻ അബ്ഗദ ഷൈഅൻ മിമ്മ ജാഅ ബിഹി റസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അമില ബിഹി കഫറ ഇജ്മാഅ والدليل قوله تعالى ذلك بأنهم كرهوا ما أنزل الله فأحبط أعمالهم. 5ാമത്തെ നാഖിലായി മുസന്നിഫ് റഹിമഹുല്ല കൊണ്ടുവരുന്നത്, ആരെങ്കിലും ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു കാര്യം അതിനോട് വെറുപ്പ് വച്ച് പുലർത്തി, അതിനോട് കോപം വച്ച് പുലർത്തി, വലൗ അമില ബിഹി, അവനത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ശരി, ആ കാര്യം അവൻ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ആ വസ്തുവിനോട്, ആ കാര്യത്തോടെ, നിയമത്തോട് അവനക്ക് ബുഗ്ളാണ്, കോപമാണ്, ദേഷ്യമാണ്, എന്നാൽ കഫറ ഇജ്മാ എന്ന നിലയിൽ അഭിപ്രായ വ്യത്യാസമില്ല, അവൻ എന്തായിരിക്കും, കാഫിറാകുന്നുള്ളതാണ്. ഇതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഅഹ്ബത അഅമാലഹും. കുഫാറുകൾ അവർക്ക് നാശമുണ്ട്, അവരുടെ അമലുകൾ മുഴുവൻ അള്ളാഹു പൊളിച്ചു കളയും. കാരണം എന്താണ്? ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കിയതിനെ അവർ എന്ത് ചെയ്തു, വെറുത്തു എന്നുള്ള കാരണത്താലാണ്. ഫഅഹ്ബത അഅമാലഹും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തിരിക്കുന്ന അമലുകൾ എന്ത് ചെയ്യും, പൊളിച്ചു കളയാൻ. ചിലപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാകാം, ധാരാളം പ്രവർത്തികൾ, നന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ ആ നന്മകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്താവില്ല, സ്വീകരിക്കപ്പെടുകയില്ല, അത് നിഷ്ഫലമായി പോകുന്നതാണ്. കാരണം അവർ അള്ളാഹു ഇറക്കിയിരിക്കുന്ന ശരീഅത്തിൻ്റെ നിയമങ്ങളെ വെറുക്കുന്നു എന്നുള്ള കാരണത്താലാണ്. അപ്പോൾ ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് പറയുന്നത് കാണാം. മാ ജാഅ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഹ്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഒന്ന്, അത് ചിലപ്പോൾ വിധികളാകാം, ഏതെങ്കിലും ശരീഅത്തിലെ വിധികൾ ആയിരിക്കാം, അല്ലെങ്കിൽ വൽ ഹുദൂദ്, ഏതെങ്കിലും ഹദ്ദുകളായിരിക്കാം, ശിക്ഷാവിധികൾ. ഇന്ന കട്ട് മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യും, കൈമുറിക്കണം, അല്ലെങ്കിൽ വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷ, ഇങ്ങനെയുള്ള ശിക്ഷാ വിധികളായിരിക്കാം, ഹദ്ദുകളായിരിക്കാം. അല്ലെങ്കിൽ വൽ ഹുഖൂഖ്, ഏതെങ്കിലും ബാധ്യതകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. വഗൈരിഹ, ഏതുമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും വെറുത്താൽ, ഇങ്ങനെയുള്ള ഒന്ന്, അത് മുനസ്സലുൻ മിൻ ഇൻദില്ലാഹി അസ്സ വജൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഹുക്കുമുകൾ, ഹുദൂദുകൾ, ഹുഖൂഖുകൾ, അതല്ലാത്ത ഏതുമാകട്ടെ, ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ വമൻ കരിഹ മാ അൻസലഹുല്ലാഹ് ഫഖദ് കഫറ വഹബിത അമലു, ആരെങ്കിലും ഇങ്ങനെ അള്ളാഹു ഇറക്കിയ ഒന്നിനെ വെറുത്താൽ അവൻ കാഫിറാകും, അവൻ്റെ അമലുകൾ എന്ത് ചെയ്യും, ഒളിഞ്ഞു പോവുകയും ചെയ്യും. തെളിവിതാണ് അള്ളാഹു തആല പറഞ്ഞു, വല്ലദീന കഫറൂ ഫതഅസൽ ലഹും വഅദല്ല അഅമാലഹും. കുഫാറുകളായ ആളുകൾ, അവർക്ക് നാശമുണ്ട്. ഫതഅസൽ ലഹും, അവർക്ക് നാശമുണ്ട്. വഅദല്ല അഅമാലഹും, അള്ളാഹു അവരുടെ അമലുകൾ എന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും, വൃഥാവിലാക്കി കളയും.
ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ. അതിന് കാരണം അവർ അള്ളാഹു ഇറക്കിയതിനെ എന്ത് ചെയ്തു, വെറുത്തു എന്നുള്ളതാണ് അതിനുള്ള കാരണം. فَأَحْبَطَ أَعْمَالَهُم, അങ്ങനെ അവരുടെ അമലുകൾ അള്ളാഹു എന്ത് ചെയ്തു, പൊളിച്ചു കളഞ്ഞു. ഇത് فَدَلَّتْ هَذِهِ الْآيَةُ على أن كراهية ما أنزل الله من أعظم صفات الكفار. കുഫാറുകളുടെ സവിശേഷത, അവരുടെ വിശേഷണങ്ങളിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിശേഷണമാണ് അള്ളാഹു ഇറക്കിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, വെറുക്കുക എന്നുള്ളത്. ഇത് കുഫാറുകളുടെ സ്വഭാവമാണ്, അവരുടെ വിശേഷണമാണ്. അള്ളാഹു ഇറക്കിയിരിക്കുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, വെറുക്കും എന്നുള്ളത്, അതിനോട് ഇഷ്ടക്കേട് കാണിക്കും. വമിൻ അഅ്ളമി മാ കഫറൂ ബി, അവരെ നിഷേധിച്ചിരിക്കുന്നതായ ഒന്നിലേറ്റവും ഗൗരവപ്പെട്ട കാര്യവുമാണിത്. ഇങ്ങനെയാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, നിഷേധികളായി തീർന്നിരിക്കുന്നത്. അന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അതായത് അള്ളാഹു ഇറക്കിയതിനെ അവരെന്ത് ചെയ്തു, വെറുത്തു. ഫഹാദാ മിൻ സ്വലാലിഹിം വ കുഫ്രിഹിം, ഇത് അവരുടെ എന്താണ്, കുഫറിൻ്റെയും നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും ഭാഗമാണ്. അങ്ങനെ ഫഅഹബത്തല്ലാഹു അഅമാലഹും, അവരുടെ അമലുകളെ അള്ളാഹു എന്ത് ചെയ്തു, പൊളിച്ചു കളഞ്ഞു. ലി കുഫ്രിഹിം, ഇവരുടെ കുഫർ കാരണത്താലാണ്. കുഫറാണ് എല്ലാ അമലുകളെയും എന്ത് ചെയ്യുക, പൊളിച്ചു കളയുക. ആരെങ്കിലും നിന്നും കുഫർ സംഭവിച്ചാൽ അവൻ്റെ എല്ലാ അമലും എന്ത് ചെയ്യും, ബാത്തുലപ്പം. അപ്പോൾ ഈ കുഫർ സംഭവിച്ചു എന്നുള്ള കാരണത്താലാണ് അള്ളാഹു എന്ത് ചെയ്തത്, അവരുടെ അമലുകളെ മുഴുവൻ ബാത്തുലാക്കി കളഞ്ഞത്. ഫദല്ലത്ത് ഹാദിഹിൽ ആയ ദലാലത്തൻ ബയ്യിന, അപ്പോൾ ഈ ആയത്ത് വളരെ സുവ്യക്തമായി അറിയിക്കുന്നുണ്ട് അലാ ഹാദൽ അസുലിൽ അദീം, ഈ വളരെ ഗുരുതരമായ ഗൗരവപ്പെട്ട ഈ അടിസ്ഥാനത്തിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. കാരണം അവരുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോയിരിക്കുന്നു. എന്ത് കാരണത്താലാണ്, അള്ളാഹു ഇറക്കിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവരെന്ത് ചെയ്തു, വെറുത്തു എന്നുള്ളത് കൊണ്ട്. അത് കുഫറാണ് എന്നുള്ളതിനാലാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, അവരുടെ അമലുകളെ ബാത്തുലാക്കി കളയുന്നത്. ഫഇദാ കാന ഹാദൽ ബുഗ്ദു മുസറഹൻ ബിഹി, ഒരാളിങ്ങനെ ഇതിനെ വെറുക്കുന്നത് അത് സ്വരീഹായി പറഞ്ഞുകൊണ്ടാണ്, പ്രകടമായി പറയുന്നുണ്ട്, അവൻ വ്യക്തമായി പറയുന്നു. മൻതൂഖൻ ബി, അതവൻ മൊഴിയുന്നുണ്ട്. വലൗ മഅൽ അമൽ, അത് പ്രവർത്തിക്കുന്നതിനോടുകൂടെയാണെങ്കിലും. ഫഹാദ കുഫ്റു ഇഅ്തിഖാദി, അപ്പോൾ അത് ഇഅ്തിഖാദിൽ ഉള്ള കുഫറാണ്. അതായത് ഒരാൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയല്ല, പിന്നെയോ ഇവനത് പറയുന്നുണ്ട്, തുറന്നു പറയുന്നുണ്ട്, എനിക്ക് ഇന്നത് എന്താണ്, വെറുപ്പാണ്, അതെനിക്കിഷ്ടമല്ല എന്നവൻ പറയുന്നുണ്ട്. ഇത് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാതെ തുറന്നു പറയുകയാണെങ്കിൽ അത് കുഫ്റു ഇഅ്തിഖാദാണ്. അതായത് വിശ്വാസപരമായി തന്നെ ശരിയായ കുഫറിൽ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, എത്തിയിരിക്കുന്നു. അതായത് ഒരാൾ പറയുകയാണ് അന അക്റഹു ഖത്അ യദി സാരിഖ്, മോഷ്ടിക്കുന്നവൻ്റെ കൈ മുറിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു എന്നൊരാൾ പറയുന്നു. അങ്ങനെ പല എഴുത്തുകളും മറ്റൊക്കെ ഇപ്പം നമ്മുടെ ചില നാടുകളിൽ ചില ആളുകൾ നടത്തുന്നത് കാണാം. അതൊന്നും എന്തല്ല, ആധുനിക കാലത്തിന് യോജിച്ച ശിക്ഷാ നടപടികളല്ല എന്ന് പറഞ്ഞ് അതിന് വെറുക്കുന്ന ആളുകൾ കാണാം. അതിനെതിരെ ന്യായങ്ങൾ ചുമക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു നിയമം വച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, അതിൻ്റെ പിന്നിൽ ഒരു ഹെക്മത്തുണ്ട്. അപ്രകാരം തന്നെയാണ് എന്ത് ചെയ്യേണ്ടതും, നടപ്പിലാക്കേണ്ടതും. അതുപോലെ അന ഉബ്ഗിദു ഖത്അ യദി സാരിഖ്, മോഷ്ടിച്ചവൻ്റെ കൈ മുറിക്കുന്നതിനോട് എനിക്ക് വെറുപ്പാണ്, ഞാൻ അതിനോട് എന്ത് ചെയ്യുന്നു, കോപിക്കുന്നു. അന ഉബ്ഗിദു ജൽദ സാനി, വ്യഭിചരിച്ചവനെ ചാട്ടവാറിനടിക്കുക എന്നുള്ളതിന് ഞാൻ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. അന ഉബ്ഗിദു റജ്മ സാനി അൽ മുഹ്സൻ, വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണം എന്നുള്ളതിനോടും എനിക്ക് ഇഷ്ടക്കേടുണ്ട്, ഞാനതിനെ വെറുക്കുന്നു എന്നെല്ലാം പറഞ്ഞാൽ ഫഹാദ കുഫ്ർ ഇഅ്തിഖാദി, അത് അവൻ്റെ വിശ്വാസത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുഫർ സംഭവിച്ചിട്ടുണ്ട്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാഫിറായിട്ടുണ്ട് എന്നർത്ഥം. ഇനി വഇൻകാന ഹാദൽ ബുഗ്ദു ഫിൽ ഖൽബി, ഒരാൾക്ക് ഈ പറയുന്ന വെറുപ്പ് അവൻ്റെ ഹൃദയത്തിൽ മാത്രമാണ്, അവനത് എന്ത് ചെയ്യുന്നില്ല, മിൻ ഗൈരി തസ്രീഹൻ ബി, അവനത് വ്യക്തമാക്കി പറയുന്നൊന്നുമില്ല. വലൗ മഅൽ അമൽ, അത് അവൻ പ്രവർത്തിക്കുന്നതിനോടുകൂടെയാണെങ്കിലും ശരി. ഫഹാദ കുഫ്റു നിഫാഖ്, അത് നിഫാഖാണ്. നിഫാഖ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കുഫർ പോലെ തന്നെ എന്താണ്, ഗുരുതരമായ കാര്യമാണ്. ലിഅന്നഹു യുദ്ഹിറുൽ ഇസ്ലാം, കാരണം ഇവൻ ഇസ്ലാമിനെ പുറമെ പ്രകടിപ്പിക്കുന്നു, ഇസ്ലാമിക നിയമങ്ങളോടൊക്കെ എനിക്ക് എന്താണ് താല്പര്യമുണ്ട് എന്നുള്ള ഭാവേനയാണ് അവൻ നടക്കുന്നത്. പക്ഷെ വഹുവ യഅമലു ബിഹാദിൽ അഷ്യ, മാത്രമല്ല അതെല്ലാം അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വയുബത്തുനുൽ കുഫർ, കുഫറിനെ എന്ത് ചെയ്യുന്നു, ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നു. ഫലം യുദ്ഹിർ മാ ഫി ഖൽബിഹി മിനൽ ബുഗ്ദ്, അവൻ്റെ ഹൃദയത്തിലുള്ളതായ ബുഗ്ദ്, ദേഷ്യം, അതവൻ എന്ത് ചെയ്യുന്നില്ല, പ്രകടിപ്പിക്കുന്നില്ല. ഫഹാദ കുഫ്റു നിഫാഖ്, ഇത് കപടതയാണ്, കപടതയുടെ കുഫറാണ് ഇവൻ ചെയ്യുന്നത്. ഹാദ ഇദാ
കരിഹമാ ജാ ബിഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഒന്നിനെ വെറുക്കുമ്പോഴാണ്. ഇത് നബി കൊണ്ടുവന്നു എന്നുള്ള കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ നിയമത്തോടുള്ളതായ വെറുപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യനെ ഇങ്ങനെ കുഫറിലെത്തിക്കുന്നത്. എന്നാൽ അമ്മ ഇദാ കരിഹൽ ഫിഅല, ഇനി ഒരാൾ ഈ പ്രവൃത്തിയെ വെറുക്കുന്നു, നബി കൊണ്ടുവന്നു എന്ന നിയമം എന്നുള്ള കാരണത്താലല്ല, പിന്നെയോ ആ പ്രവൃത്തിയെ വെറുക്കുന്നു. ലിഅന്ന നഫ്സഹു ലാ തതഹമ്മലു, അവൻ്റെ നഫ്സിനത് താങ്ങാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് അവൻ അതിനോട് എന്ത് ചെയ്യുന്നു, അവനക്കത് ഒരു പ്രയാസകരമാണ് എന്നുള്ള നിലയിൽ അവൻ അതിനെ വെറുക്കുന്നു. അല്ലെങ്കിൽ അവൻ വെറുക്കും ഇദാ കരിഹൽ ഫിഅല ലിഅന്ന നഫ്സഹു ലാ തതഹമ്മലു ഔ ഫിഅല ശഖ്സിൻ മുഅയ്യനിൻ ലിഅന്നഹു യുഖാലിഫു ശഹവത, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മനുഷ്യൻ ആ നിയമം ചെയ്യുന്നതിനോട് അവനക്ക് എന്തുണ്ട്, ഒരു വെറുപ്പുണ്ട്. കാരണം അത് ഇവൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാരണത്താൽ. അത് അള്ളാഹു ഇറക്കിയ നിയമമാണ് എന്നുള്ള വേദനയൊന്നുമല്ല, മുസ്ലാസം കൊണ്ടുവന്നതാണ് എന്നുള്ള കാരണത്താലല്ല വെറുക്കുന്നത്. പിന്നെന്താണ്, ഇന്നയാളത് ചെയ്യുമ്പോൾ എൻ്റെ ചില താല്പര്യങ്ങൾക്ക് ഇന്നുണ്ടാവും, ചില കേടുപാടുകൾ പറ്റും, അതുകൊണ്ട് അത് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അവനോടുള്ള ആ ഒരു അവനത് ചെയ്യുന്നതിനോടുള്ള ഒരു പ്രയാസം എനിക്കുണ്ട്. ഇതാണ് ഫഹാദ ലൈസ കുഫ്ര, അതെന്തല്ല കുഫ്രാണെന്ന് പറയാൻ പറ്റൂല. ഏതുപോലെ കമാലൗ കരിഹൽ ഇൻസാനു ഖത്അ യദി സാരിഖി ലാ മിൻ ജിഹത്തിൽ ഖത്ഇ, ഒരാൾ എന്ത് ചെയ്യുന്നു, മോഷ്ടിച്ചവൻ്റെ കൈ മുറിക്കുന്നതിനെ വെറുക്കുന്നു. ലാ മിൻ ജിഹത്തി അൽ ഖത്ഇ, മുറിക്കുക എന്നുള്ള ഹൈസിയത്തിലല്ല, ആ ഒരു കാരണത്താലല്ല അവൻ എന്ത് ചെയ്യണത്, അതിനെ വെറുക്കുന്നത്. ഇത് അള്ളാഹു കൊണ്ടുവന്ന നിയമമാണ്, അപ്പോൾ എന്താണ്, മുറിക്കുന്നു എന്നുള്ള ആ നിയമത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല. പിന്നെയോ വലാകിൻ മിൻ ജിഹത്തി അന്നഹു ലാ യതഹമ്മലു അൻ യറാ ഹാദൽ ഖത്അ, ഒരാളുടെ കൈ മുറിക്കുന്നതിനെ കാണാൻ അവനക്കത് സഹിക്കാൻ പറ്റൂല, അത് ചിലപ്പോൾ കാണുമ്പോൾ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് മനസ്സിന് താങ്ങാൻ സാധിക്കൂല, അതുകൊണ്ട് അത് കാണാൻ ഞാൻ വെറുക്കുന്നു എന്നുള്ള അർത്ഥത്തിനാണ്. എങ്കിൽ ഹുവ മുത്മഇന്നുൽ ഖൽബി ബിഹുക്മില്ല, അള്ളാഹുവിൻ്റെ നിയമത്തോട് അവനക്ക് എന്തില്ല, വെറുപ്പൊന്നുമില്ല. സംഗതി അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്, പക്ഷേ അത് താങ്ങാൻ എന്നെക്കൊണ്ട് സാധിക്കൂല. മുഹിബ്ബുൽ ഹുക്കുമില്ല, അള്ളാഹുവിൻ്റെ ഈ നിയമത്തോട് അവന് ഇഷ്ടമുണ്ട്. ലാക്കിൻ ഹുവ മാ യതഹമ്മൽ, പക്ഷെ അവനക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് വഹിക്കാൻ താങ്ങാൻ സാധിക്കുകയില്ല. നഖൂലു ലഹു മസല, ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ അവനോട് പറയുകയാണ്, തആൽ അൽ യൗം സതുഖ്തഉ യദു സാരിഖിൻ, നമുക്ക് ഇന്നൊരു മോഷ്ടാവിൻ്റെ കൈമുറിക്കുന്നുണ്ട്, അത് കാണാം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ പറയില്ല അക്റഹു അതാ, ഇല്ല എനിക്കതിനോട് വെറുപ്പാണ്. യാനി അക്റഹു അൻ അറാഹു മാ തഹമ്മലു, അതായത് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് കാണാൻ എനിക്കൊരു വെറുപ്പുണ്ട്, പ്രയാസമുണ്ട്, അതിനെ താങ്ങാൻ എനിക്കത് പറ്റൂല, അതാണ് അവൻ്റെ ഉദ്ദേശം. എന്നാൽ ഇതിൻ്റെ അവൻ കുഫ്ര ആണെന്ന് പറയാൻ പറ്റുമോ, അവൻ കുഫ്ര സംഭവിച്ചു എന്ന് പറയാൻ പറ്റൂല, അത് അവനക്ക് താങ്ങാൻ സാധിക്കൂല, കാണാനുള്ള പ്രയാസം കൊണ്ടാണ്. അപ്പോൾ ആ നിയമത്തോടല്ല അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, എതിർപ്പ് കാണിക്കുന്നത്, അത് ആ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രയാസത്തോ താങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ എങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഔ മസലൻ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അൽ മർഅതു ഇദാ കരിഹത് അൻ യതസവ്വജ അലൈഹാ സൗജുഹ, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, അവളുടെ ഭർത്താവ് വേറൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിന് എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു, അത് അവൾക്ക് ഇഷ്ടമല്ല. മിൻ ജഹത്തി അന്നഹ തുഹിബ്ബു സൗജഹ, എന്താണ് അതിന് കാരണം ഇവൾ അവളുടെ ഭർത്താവിന് എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണത്താലാണ്. വലാ തുരീദു അൻ യതസവ്വജ അലൈഹ, അവൻ ഇവളുടെ മേൽ വേറൊരു ഭാര്യയും കൂടി വിവാഹം കഴിക്കുന്നതിനെ എന്ത് ചെയ്യുന്നില്ല, ഇവൾ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് അതിന് കാരണം. ലാ മിൻ ജിഹത്തി കുറുഹി തഅദ്ദുദി വബുഗ്ദി തഅദ്ദുദി അല്ലദീ ശറഅഹു, അല്ലാഹു നിയമമാക്കിയ ഒന്നിലധികം വിവാഹം കഴിക്കാം എന്നുള്ള ആ നിയമത്തോടുള്ള വെറുപ്പാണോ, അല്ല. പിന്നെന്താണ്, ഇവൾക്ക് ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാനുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ത്രീ വിവാഹം കഴിക്കുന്നതിനെ അവൾക്ക് ഇഷ്ടമല്ല. വഇന്നമാ മിൻ ജിഹത്തി മുസ്തഹാഹ ഹിയ, അതിനോടുള്ള അവളുടെ ആഗ്രഹം കൊണ്ടാണ്. ഹി തുരീദു അൻ തകൂന സൗജുഹ ലഹ, അവളുടെ ഭർത്താവ് അവൾക്ക് മാത്രമാകാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി മാത്രമാകാൻ അവൾ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു. ഫഹാദ ലൈസ കുഫ്റൻ, അതെന്തല്ല, കുഫ്റല്ല. അമ്മ ഇദാ അബ്ഗദത്തി തഅദ്ദുദ് വൽ ഇയാദു ബില്ലാഹ്, എന്നാൽ അവൾ ഈ പറയുന്ന ഒന്നിലധികം വിവാഹം കഴിക്കുക എന്നുള്ള നിയമത്തെയാണ് വെറുക്കുന്നത് എങ്കിലോ, അത് മിൻ ഹൈസു ഹുവ, അതാ നിയമം എന്നുള്ള നിലയിലാണ് എങ്കിൽ
ഫഹാദാ മിനൽ കുഫ്രി വൽ ഇയാദു ബില്ലാഹ്. അതെന്താണ്? അത് കുഫ്ർ തന്നെയാണ്. അള്ളാഹു നിന്ന് കാത്തുരക്ഷിക്കട്ടെ. ഫയുഹിബ്ബു അൻ നുഫർരിഖ ബൈന കുർഹിൻ വബുഗ്ദിൻ മാ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹൈസു അന്നഹു ജാഅ ബിഹി മൂസ. അപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു നിയമം എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്ന ഒരാൾ ഒരു കാര്യത്തെ വെറുക്കുന്നതും അതിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നതിൻ്റെ ഇടയിലും മറ്റൊന്നും തമ്മിൽ എന്തുണ്ട്? ഒരു ഫർക്ക് ഉണ്ട്. അങ്ങനെ വേർതിരിക്കൽ എന്താണ്? നിർബന്ധമാണ്. മിൻ ഹൈസു കൗനു ഷർഅൻ വബൈനൽ കുർഹി ലിഅംരിൻ ഖാരിജിൻ. അപ്പോൾ അത് ഷർഅൻ ശരീഅത്തിൻ്റെ നിയമമാണ് എന്നുള്ള നിലയിൽ അതിനോട് വെറുപ്പ് കാണിക്കുന്നതും അതല്ല വേറൊരു കാരണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അതിനോട് വെറുപ്പ് കാണിക്കുന്നതിൻ്റെയും ഖാരിജിയായ പുറത്തുള്ള വേറൊരു കാരണത്തിന് വേണ്ടിയിട്ട് അതിനോട് എതിർപ്പ് കാണിക്കുന്നതിൻ്റെയും ഇടയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? വേർതിരിക്കേണ്ടതുണ്ട്. രണ്ടും രണ്ടാണ്. ലൈസ ലിമാ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കൊണ്ടുവന്നു എന്നുള്ള കാരണത്താലല്ല അവൻ എന്ത് ചെയ്യണത്? അവന് വെറുക്കുന്നത് എങ്കിലും. വ ഇന്നമാ ലിറുയതി ഔ നഹ്വ ദാലിക് ഫലാ യുഖ്ലതു ബൈനൽ ഉമൂരി. നേരത്തെ പറഞ്ഞ പോലെ അത് കാണാനുള്ള പ്രയാസം കൊണ്ട്, അതല്ല എങ്കിൽ എന്താണ് ഈ സ്ത്രീക്കുണ്ടാകുന്നത് പോലുള്ള ഏതെങ്കിലും താല്പര്യങ്ങൾക്കെതിരാകുന്നു എന്നുള്ള കാരണത്താൽ, അപ്പം ഇങ്ങനെ ഒരാൾ അതിനെ വെറുത്തു എന്നുള്ളത് കൊണ്ട് എന്താവില്ല, ഇതിനെയും മറ്റതിനെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നിച്ച് ഒരേപോലെ ആക്കാൻ പാടില്ല. കാരണം ലി അന്നഹു ബലഗനി അന്ന ബഅദൽ അസ്വാജി യഖൂലുൻ. കാരണം ചില ഭർത്താക്കന്മാർ പറയുന്നതായിട്ട് എനിക്ക് വിവരം ലഭിച്ചു. ലി സൗജാത്തിയും, അവരവരുടെ ഭാര്യമാരോട് പറയും, ഇൻ കരിഹ്തി സിവാജി ബി ഉഖ്റ ഫഅന്തി കാഫിറ. ഞാൻ വേറൊരു വിവാഹം കഴിക്കുന്നതിന് നീ വെറുത്താൽ നീ കാഫിറാണ് എന്ന് ഭാര്യയോട് എന്ത് ചെയ്യുന്നു ചില പെണ്ണുങ്ങൾ, ചില ഭർത്താക്കന്മാർ പറയുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട്. ലി അന്ന മൻ അബ്ഗള മാ ജാഅ ബിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിർ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ വെറുത്താൽ എന്താവും? കാഫിറാകുമെന്നുള്ളതിൽ തർക്കമില്ലല്ലോ. അപ്പോൾ നീ എന്താകും? ഞാൻ വേറെ വിവാഹം കഴിക്കുന്നതിന് വെറുത്താൽ നീ കാഫിറാകും എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരെ കാണലുണ്ട്. വഹാദാ ഗൈറു സഹീഹ്. അതെന്തല്ല, ശരിയല്ല, അത് ശരിയായ നിലപാടല്ല. വഖത്റുൻ അൽ ഖായിൽ. മാത്രമല്ല അത് പറയുന്ന ആൾ വലിയ അപകടമാണ് ചെയ്യുന്നത്. കാരണം എന്താ? അൻ യുനസ്സില ശർഅ അല്ലാഹി അലാ ഗൈരി തൻസീലി. അള്ളാഹുവിൻ്റെ നിയമത്തെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ശരിയായ സ്ഥാനത്തല്ലാതെ അവൻ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. അത് പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? ശർഅന്റെ നിയമത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. അപ്പോൾ ഇത് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ നാഖിദ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ അത് നബി കൊണ്ടുവന്ന നിയമം എന്നുള്ള നിലയിൽ ആ നിയമത്തോട് വെറുപ്പ് കാണിച്ചാൽ എന്താകും? അത് മുഖേന കുഫ്ർ സംഭവിക്കും. ആറാമത്തേത് മനിസ്തഹ്സഅ ബിശൈഇൻ മിൻ ദീനില്ലാഹ് ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തോട് ഇസ്തിഹ്സാ കാണിച്ചു, ഒരു പരിഹാസം, അതിനോടൊരു പുച്ഛം, അതിനെ ചെറുതാക്കി കാണിക്കുന്നു, അല്ലെങ്കിൽ ഔ സവാബിഹി ഔ ഇഖാബിഹി, അല്ലെങ്കിൽ ദീനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പ്രതിഫലം, ഇന്ന കാര്യം ചെയ്താൽ ഇന്ന പ്രതിഫലമുണ്ട്. ഇപ്പോൾ ധാരാളം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നതാണ് പരിഹസിക്കുന്നത്. സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും പ്രതിഫലത്തെ സംബന്ധിച്ചൊക്കെ ആളുകൾ എന്ത് ചെയ്യലുണ്ട്? പരിഹസിക്കലുണ്ട് പലപ്പോഴും. അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സവാബിനെ പരിഹസിച്ചു, അല്ലെങ്കിൽ ഔ ഇഖാബി, അല്ലെങ്കിൽ ഇഖാബി. ഇതെല്ലാം പണ്ട് കാലത്തുള്ള കുഫാറുകൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കുഫറാണ്. അള്ളാഹു ശിക്ഷ ഇറക്കുന്നുമില്ല, എന്നാ ഒന്ന് കാണട്ടെ എന്ന് പറയുന്ന സ്വഭാവം പല അമ്പിയാക്കന്മാരുടെയും അനുയായികൾ ചെയ്ത പണിയാണ്. അപ്പോൾ ഇത് എന്താണ്? കുഫറാണ്. ഇങ്ങനെ ആരെങ്കിലും അതിനോട് പരിഹാസം കാണിച്ചാൽ കഫർ, അവനെന്താവും? കാഫിറാകും. എന്താണ് അതിനുള്ള ദലീൽ? വദ്ദലീലു ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വാക്യമാണ്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. നബിയെ, താങ്കൾ അവരോട് പറയുക, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ആയാത്തുകളെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ ഇസ്തിഹ്സാ ചെയ്യുന്നത്, കളിക്കുന്നത്, അല്ലെങ്കിൽ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾക്ക് ഒഴികഴിവുകളൊന്നുമില്ല ഇനി, പിന്നെയോ നിങ്ങൾ ഈമാനിന് ശേഷം കുഫറിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുക. അപ്പോൾ ഇത് അതിന് സാഹചര്യമുണ്ട്, അത് ശേഷം പറയുന്നുണ്ട് ഈ ആയത്തിറങ്ങാൻ. അപ്പോൾ അള്ളാഹുവിനെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളെയോ പരിഹസിക്കുക എന്നുള്ളത് അതെന്താണ്? കുഫർ സംഭവിക്കാനുള്ള കാരണമാണ് എന്ന് ഈ ആയത്തിൽ വളരെ സ്വരീഹായി പറയുന്നുണ്ട്. അൽ ഇസ്തിഹ്സാ വസ്സുഖ്രിയ
والتحقير والتحقير لشيء مما جاء به النبي صلى الله عليه وسلم وعلم ثبوته مهما كان كفر مخرج من الملة. അപ്പോൾ ഇസ്തിഹ്സാ കാണിക്കുക, പരിഹാസം, സുഖ്രിയത്തും അത് തന്നെ. എന്ത് ചെയ്യുക, അതിനോട് ഒരു അഹംഭാവം കാണിക്കുകയും അല്ലെങ്കിൽ പരിഹസിക്കുകയും ചെയ്യുക. അതുപോലെ വത്തഹ്ഖീർ, ചെറുതാക്കി കാണിക്കുക, നിസ്സാരമാക്കി കളയുക. ലിഷൈഇൻ മിമ്മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ അതിന് ചെറുതാക്കി കാണിക്കുക, പരിഹസിക്കുക. ഏതാണ് ആ കാര്യം? ഒലിമ സുബൂത്തുഹു മഹ്മാക്കാൻ, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം എന്താണ്? അത് നബി കൊണ്ടുവന്നത് തന്നെയാണ്, അതറിയപ്പെട്ട കാര്യമാണ്. അതിൽ പിന്നെ എന്തില്ല, ഖിലാഫൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഏതുമാകട്ടെ, മഹ്മാക്കാൻ, അത് ഏതുമാകട്ടെ, കുഫ്റുൻ മുഖ്രിജുൻ മിനൽ മില്ല, അതിനെങ്ങനെ ചെറുതാക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയുന്ന കുഫ്റാണത്. അതുകൊണ്ട് ഫമൻ സഖിറ മിനൽ ഖുർആനി, ആരെങ്കിലും ഖുർആനിനെ പരിഹസിച്ചാൽ, വസ്തഹ്സഅ ബിൽ ഖുർആൻ, ഖുർആനിനോട് പരിഹാസം കാണിച്ചാൽ, ഔ സഖിറ മിനൽ ദീൻ, അല്ലെങ്കിൽ ദീനിനോട് പരിഹാസം കാണിച്ചു, ഔ സഖിറ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പരിഹാസം കാണിച്ചു, വലൗ മിൻ സിഫത്തിൻ മിൻ സിഫാത്തി, നബിയുടെ ഏതെങ്കിലും വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒരു വിശേഷണത്തോടാകട്ടെ. ഏതുപോലെ കമൻ സഖിറ മിനൽ ലഹ്യത്തിൽ കത്ത, നബിയുടെ തിങ്ങിയ താടിയെ ഒരാൾ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുന്നത് പോലെ. മഅ ഇൽമിഹി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന കത്തൽ ലഹ്യ, അവനക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തിങ്ങിയ താടിയുള്ളയാളാണ് എന്നവനക്കറിയാം. എന്നതിനോടുകൂടെ നബിയുടെ വിശേഷണമായ ഈ വിശേഷണത്തെ അവൻ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുകയാണ്. അല്ലദീ യഖൂൽ അൽ-ലഹ്യതു വസാഖ വമുനാഫിയത്തുൻ ലിത്തഹദ്ദുർ, അത് എന്താണ്, അഴുക്കാണ്, അല്ലെങ്കിൽ അതത്ര സുഖകരമായ കാര്യമല്ല, മാലിന്യമാണ്, അല്ലെങ്കിൽ ആധുനിക സംസ്കാരത്തിന് എതിരാണത്, നാഗരികരായ ആൾക്കാർ ചെയ്യണ പണിയല്ല അതൊന്നും. അതേപോലെ വഫിഅൽ അസ്ഹാബിൽ കുഹൂഫ്, കാട്ട് ജാതിക്കളാണ് അങ്ങനെ ചെയ്യുക, ഏതെങ്കിലും ഗുഹകളിൽ ജീവിക്കുന്ന ആളുകളാണ് ഇങ്ങനെ മുടിയൊക്കെ വളർത്തുക, അല്ലെങ്കിൽ താടി നീട്ടി നടക്കുക. ഇദാ കാന യഅലമു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന കസ്സൽ ലഹ്യ ഫഹദ കുഫർ, അവനക്ക് അറിയുകയും ചെയ്യാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. എന്നിട്ടും ഈ വിശേഷണത്തെ ഒരാൾ എന്ത് ചെയ്യാണ്, ഈ രീതിയിൽ പരിഹസിക്കുകയാണ്, അതിനെ ചെറുതാക്കുകയാണ്, കളിയാക്കുകയാണ്. എന്നാൽ ഫഹാദ കുഫ്റുൻ അക്ബർ, വലിയ കുഫ്റാണ്. മാത്രമല്ല യുഖ്രിജു മിനൽ മില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു കളയും, അങ്ങനെയുള്ള കുഫ്റാണത്. അപ്പോൾ അള്ളാഹുവിനെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ ദീനിലെ ഏതെങ്കിലും കാര്യങ്ങളെയോ ഇങ്ങനെ പരിഹസിക്കുകയാണ്, അതാകട്ടെ സ്ഥിരപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും സവിശേഷതകൾ, നബി അങ്ങനെയായിരുന്നു എന്ന് അവൻക്കറിയാം, എന്നിട്ടും അതിനെ പല ആൾക്കാരും പറയേണ്ടത് എന്താണ്, സൗന്ദര്യത്തിന് നിരക്കാത്തതാണ്, അള്ളാഹു എന്താണ്, സുന്ദരനാണ്, അള്ളാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു, അപ്പോൾ എന്താണ് താടി വയ്ക്കുക എന്നുള്ളത് സൗന്ദര്യത്തിന് വിരുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി ഉണ്ട്, താനും സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നബിക്ക് സൗന്ദര്യം ഇല്ലാത്തവനാണെന്ന് എന്ത് ചെയ്യേണ്ടി വരും, അഊദു ബില്ലാഹ്, അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഈ സൗന്ദര്യബോധം നബിക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇത് എന്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതേപ്രകാരം തന്നെ വകദാലിക സുഖ്രിയത്തു ബിൽ ജന്ന, സ്വർഗത്തെ ഒരാൾ പരിഹസിക്കുന്നു, അവി സുഖ്രിയത്തു മിനൻ നാർ, അല്ലെങ്കിൽ നരകത്തെ പരിഹസിക്കുന്നു, അവിൽ ഇസ്തിഹ്സാഉ ബിനൗഇൻ മിൻ നഈമി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുന്നു. കൽ ഇസ്തിഹ്സാഇ ബിൽ ഹൂരിൽ ഐൻ, വളരെ വ്യാപകമായി നടക്കുന്ന കാര്യമാണ്. ഹൂറുൽ ഐനെ കൊണ്ട് എന്ത് ചെയ്യുന്നവരെ പോലെ, പരിഹസിക്കുന്നത് പോലെ. അല്ലെങ്കിൽ ഔ നൗഇൻ മിനൽ അദാബി സാബിത്തി ഫിന്നാർ, നരകത്തിലുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ശിക്ഷയെ, വൽഇയാദു ബില്ലാഹ്, അതിനെ പരിഹസിക്കുന്നു. ഫഇന്നഹു കുഫ്റുൻ, അതെന്താണ്, കുഫ്റാണ് അങ്ങനെ പരിഹസിച്ചാൽ. വഹാദ ലാ യസ്തുറു മിൻ ഖൽബി മുഅവ്വിമിൻ ലില്ലാഹ്, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യൂല, പരിഹാസം വരികയില്ല. വമുഅവ്വിമിൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള ബഹുമാനമുള്ള ഒരാളുടെ ഹൃദയത്തിൽ നിന്ന്
അപരിഹാസം വരികയില്ല. വമുഅദ്ദിമുൻ ലിദീനില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദീനിനെ ബഹുമാനിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ നിന്നും അതുണ്ടാവുകയില്ല. വഹുവ മിൻ കുഫ്രിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളായ ആളുകൾക്ക് സംഭവിച്ച കുഫ്റാണിത്. ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറ. മുനാഫിഖീങ്ങൾ പേടിച്ചിരുന്നു. എന്താണ് കാരണം? അവരുടെ കാര്യത്തിൽ ഒരു സൂറത്ത് ഇറക്കപ്പെടും എന്നവർ പേടിച്ചിരുന്നു. അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഒരു സൂറത്ത് ചിലപ്പോൾ ഇറക്കും. എന്നിട്ടോ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ ആ സൂറത്ത് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു സൂറത്ത് ഇറക്കിയേക്കുമോ എന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഭയപ്പെട്ടിട്ടുണ്ട്. ഖുൽ നബിയെ താങ്കൾ പറയുക, ഇസ്തഹ്സിഊ ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, നിങ്ങൾ പരിഹസിക്കൂ, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിങ്ങൾ ഭയപ്പെടുന്ന ഈ കാര്യമുണ്ടല്ലോ, അള്ളാഹു ഇത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. പരിഹസിക്കാനുള്ള നിങ്ങൾ പരിഹസിക്ക്, അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. ഇത് ഇസ്തഹ്സിഊ ബിദീനില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ചു കൊള്ളുക. ബി കിതാബില്ല, ബി റസൂലില്ല, ബി അഹ്ലിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ കിതാബിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ. വഹുവല്ലദീ തഫ്അലൂനഹു ഖഫിയ്യതൻ, അവരിങ്ങനെ വളരെ ഗോപ്യമായി രഹസ്യമായി ചെയ്യുന്ന ഈ പരിഹാസങ്ങളുണ്ടല്ലോ, ഇന്നല്ലാഹു മുഖ്രിജും മാ തഹ്ദറൂൻ, നിങ്ങൾ ഈ പറയുന്ന പേടിക്കുന്ന കാര്യം അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. വഹാദ ലൈസ ഇബാഹ, ഇത് പരിഹസിച്ചോ എന്ന് പറഞ്ഞാൽ അനുമതി കൊടുക്കുന്നതാണോ? അല്ല. പിന്നെന്താണ്? വഇന്നമാ തഹ്ദീദുൻ, ഇത് ഒരു ഭീഷണിയാണ് യഥാർത്ഥത്തിൽ. യുനബ്ബിഉഹുമുല്ലാഹു അന്നഹു യഅലമു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിലുള്ളത് ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു. വയഅലമു ബി അഹ്വാലിഹിം ഇദാ ഖലൗ ഇലാ ശയാത്വീനിഹിം, അവരവരുടെ കൂട്ടത്തിലുള്ള ഷൈത്വാന്മാരുടെ കൂടെ തനിച്ചാകുമ്പോൾ അവരുടെ അവസ്ഥകൾ എന്താണെന്ന് ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. മുഅ്മിനീങ്ങളുടെ കൂടെ കൂടുമ്പോൾ എന്ത് ചെയ്യും? അവരിങ്ങനെ തേനും പാലും ഏൽപ്പിക്കും, വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഭവ്യതയോടെ വിളിക്കും, ഇങ്ങനെയൊക്കെ അവർ ചെയ്യും. പക്ഷേ ജൂതന്മാരുടെയോ അല്ലെങ്കിൽ നസാറാക്കളുടെയോ കുഫാറുകളുടെയോ കൂടെ കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? ഇവരുടെ തനി സ്വഭാവം പുറത്തു വരും. അപ്പോൾ നിങ്ങളുടെ അവസ്ഥകൾ എന്താണെന്ന് ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് വസ്തഹ്സിഊ ബിദീനില്ല, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കളിയാക്ക്, പരിഹസിക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ, അല്ലെങ്കിൽ ഒബി റസൂലില്ല, ഒബിൽ ഖുർആൻ, റസൂലിനെ, ഖുർആനിനെ. വയുഹദ്ദിദുഹും അന്നഹു സയുഫ്ലിഹുഹും, അള്ളാഹു അവർക്ക് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? വഷളാക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പിന് അള്ളാഹു എന്ത് ചെയ്യും? തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾ വഷളാക്കും. വയുദ്ഹിറു ഹാലഹും അല്ലദീ യസ്തതിറൂന ബി, നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ ഈ യഥാർത്ഥ മുഖമുണ്ടല്ലോ, ഇത് അള്ളാഹു എന്ത് ചെയ്യും? വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, അവരോട് നബിയെ താങ്കൾ ചോദിച്ചാൽ, ഇവരിങ്ങനെ മറച്ചു വെച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ എന്നവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ വെറുതെ ഇങ്ങനെ കളിതമാശകളിൽ മുഴുകിയപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും എന്തല്ല കാര്യമായിട്ട് പറഞ്ഞതല്ല എന്നെന്ത് ചെയ്യും? അവർ പറയും. യാനി ഇദത്വലഅത അലാ സുഖ്രിയതിഹിം, അതായത് നബിയെ അവരുടെ ഈ പരിഹാസത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ, വസ്തിഹ്സാഇഹിം ബിദ്ദീനി വഅഹ്ലി, ദീനിനെയും ദീനിൻ്റെ ആളുകളെയും അവർ പരിഹസിച്ച ഈ പരിഹാസത്തെക്കുറിച്ച് അറിഞ്ഞാൽ, മിൻ ജിഹത്തി ദീനി അഅ്തദറു, അപ്പോൾ ദീൻ മുറുകെ പിടിച്ചു എന്നുള്ള കാരണത്താൽ ദീനുള്ള ആളുകളെയും എല്ലാം പരിഹസിക്കുന്നതിനെക്കുറിച്ച് താങ്കൾ അറിഞ്ഞാൽ അവർ അഅ്തദറു, അവർ ഒഴികഴിവുകൾ പറയും, അവർ കാരണങ്ങൾ പറയും, ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നവർ പറയും. വഖാലു, അവർ പറയും, നഹ്നു മാ നഅ്തഖിദ്, ഞങ്ങളങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. നഹ്നു മുഅ്മിനൂൻ, ഞങ്ങൾ ആര് തന്നെയാണ്? ഞങ്ങളും വിശ്വാസികൾ തന്നെയാണ്. വലാകിന്നാ നഖൂദു ഫീ ഹദീസിൻ നാസ്, പിന്നെ ജനങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ, സംസാരത്തിൽ മുഴുകിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താണ്? പറഞ്ഞതാണ്. നഖ്തഉ ത്വരീഖ വനൽഅബു നതസല്ല, ഞങ്ങളിങ്ങനെ വഴി മുറിച്ച് കടന്നപ്പോൾ, ഒരു യുദ്ധവേളയിലാണിത്, തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ. അപ്പം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ കൂടെ സംസാരത്തിൽ ഏർപ്പെട്ടപ്പോൾ, കളിയും തമാശയൊക്കെ ആയിട്ട് പോയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താണ്? ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയും. അപ്പോൾ നബി അവരോട് ചോദിക്കുക, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ ആയാത്തുകളെ കൊണ്ടും റസൂലിനെ കൊണ്ടുമെല്ലാമാണോ ഇങ്ങനെ കളിക്കുന്നത്, തമാശകൾ പറയുന്നത്, അല്ലെങ്കിൽ പരിഹസിക്കുന്നത്? ലാ തഅ്തദിറൂ എന്ന് പറഞ്ഞാൽ ഫൽ ഉദുറു ലാ യൻഫഉക്കും, നിങ്ങളുടെ ഈ ഉദുർ ഫലം ചെയ്യുകയില്ല.
നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്ന കാരണം ബോധിപ്പിക്കലുണ്ടല്ലോ, അത് ഫലം ചെയ്യാൻ പോവുകയില്ല. അങ്ങനെ ഒരു ഉദർ നിങ്ങൾക്കിനിയില്ല. ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? കുഫർ സംഭവിച്ചിട്ടുണ്ട്. ഇൻ നഅഫു അൻ ത്വാഇഫത്തിൻ മിൻകും ബിതൗബതിഹിം, അപ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം എന്ത് ചെയ്തേക്കും? വിട്ടുവീഴ്ച ചെയ്തേക്കും. അവർ തൗബ ചെയ്തുകൊണ്ട്, തൗബ ചെയ്താൽ എന്ത് ചെയ്യും? അള്ളാഹു സ്വീകരിക്കും. ഇസ്ലാമിയും, അവർ വീണ്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ, ഖുറൂജിൻ നിഫാഖ് മിൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ നിന്ന് നിഫാഖ് എടുത്ത് പുറത്തിട്ടാൽ എന്ത് ചെയ്യും? അവരിൽ ഒരു വിഭാഗത്തിന് അള്ളാഹു എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. നുഅദ്ദിബ് ത്വാഇഫത്തൻ ബിഅന്നഹും കാനൂ മുജ്രിമീൻ, മറ്റൊരു ത്വാഇഫത്തിന് അള്ളാഹു നാം എന്ത് ചെയ്യും? ശിക്ഷിക്കും, അവർ മുജ്രിമീങ്ങളാണ് എന്നുള്ള കാരണത്താൽ. അപ്പോൾ തൗബ ചെയ്ത് കുഫർ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കി ഇസ്ലാമിലേക്ക് കടന്നു വരിക. എന്നാൽ ചിലപ്പോൾ അള്ളാഹു എന്ത് ചെയ്തേക്കും? വിട്ടുവീഴ്ച ചെയ്തേക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞു. വഖദ് ജാഅ അന്ന റജുലൻ ഫീ ഗസ്വത്തി തബൂക്ക്, ഗസ്വത്ത് തബൂക്ക്, തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ഖാല ഫീ മജ്ലിസിൻ യൗമൻ, എന്നിട്ട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സിൽ അവൻ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹഉലാ ലാ അർഗബ ബുതൂനൻ ഫഹുവ യസ്ഖറു മിൻഹും മിൻ ജിഹതി സ്വലാഹിഹിം വദിയാനതിഹിം ലാ അർഗബു ബുതൂനൻ യഅനി ലാ അക്ഥറു അക്ലൻ വനഹ്മൻ ഫിൽ അക്ലി വലാ അക്ദബു അൽസിന വലാ അജ്ബനു ഇൻദൽ ലിഖാ എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹഉലാ, നമ്മുടെ കൂട്ടത്തിലുള്ള ഈ കാരിയങ്ങളുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഇവരെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എപ്രകാരമായിട്ട്? ലാ അർഗബു ബുതൂനൻ, അതായത് പരിഹസിച്ചുകൊണ്ട് പറയാണ്, ഫഹു യസ്ഖറു മിൻഹും മിൻ ജിഹതി സ്വലാഹിഹിം വദിയാനതി, അവരുടെ വലിയ ദീനി നിഷ്ഠയും നല്ല നല്ല സ്വഭാവ ഗുണങ്ങളെയും പരിഹസിച്ചുകൊണ്ടാണ് പറയണത്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വഹാബികളെ കുറിച്ച് പറയുന്നതാണ്. ലാ അർഗബു ബുതൂനൻ യഅനി ലാ അക്സർ അക്കലൻ വനഹ്മൻ ഫിൽ അക്കലി, അതായത് തീറ്റക്കൊതിയന്മാരായ ധാരാളം തിന്നുന്ന ആൾക്കാരാണ് ഇവർ എന്നർത്ഥം. വലാ അക്ദബ അൽസന, ഇവരെ പോലെ കളവ് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. വലാ അജ്ബന ഇൻദൽ ലിഖാ, ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ ഭീരുക്കളായ ആൾക്കാരെ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നത് ചെയ്തു. സഹാബികളെ സംബന്ധിച്ച് ഇങ്ങനെ നഊദു ബില്ലാഹ് പരിഹസിച്ചു പറഞ്ഞു. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹാബി പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് എന്താണ്? വ്യാജമാണ്, കളവാണ് നീ പറഞ്ഞത്. വലാകിന്നക മുനാഫിഖുൻ, നീയാണ് മുനാഫിഖ് എന്ന് സഹാബി പറഞ്ഞു. അന്ന സ്വഹാബത്തെ യഅലമൂന അന്ന മിസ്ല ഹാദാ ലാ യസ്തുറു മിൻ മുഅ്മിൻ, കാരണം സ്വഹാബികൾക്കറിയാം ഇങ്ങനെ സ്വഹാബികളെ കുറ്റം പറയുന്ന ആളുകൾ എന്തല്ല, മുഅ്മിനീങ്ങളാവുകയില്ല. അവർ നിഫാഖുള്ളിൽ പേറിയ ആൾക്കാരെ സ്വഹാബികൾ എന്ത് ചെയ്യുള്ളൂ? ചീത്ത പറയുകയുള്ളൂ എന്ന് സ്വഹാബികൾക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ഒരു സ്വഹാബിയെക്കുറിച്ച് ഒരാൾക്ക് ഇങ്ങനെ പറയണമെങ്കിൽ അവൻ്റെ മനസ്സിലെന്തില്ല, ഈമാനില്ല എന്ന് മനസ്സിലാക്കി. നമ്മൾ വളരെ വ്യാപകമാണ്. സ്വഹാബികളിലെ വളരെ പ്രമുഖന്മാരെ വരെയും എന്ത് ചെയ്യുന്നു? ചീത്ത പറയുന്ന ആളുകൾ വലിയ ഇസ്ലാമിസ്റ്റുകളായിട്ട് നടക്കുന്നുണ്ട് സമൂഹത്തിൽ. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി എഴുതാൻ നിയോഗിച്ചിരുന്ന സ്വഹാബിയാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. വഹി എഴുതാൻ നിയോഗിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആ സ്വഹാബി, അത്രയും പ്രമുഖനായ ഒരു സ്വഹാബിയെ കാഫിറാണെന്ന് ഒരു പ്രശ്നവുമില്ലാണ്ട് നിരന്തരം സോഷ്യൽ മീഡിയകളിൽ നഊദു ബില്ലാഹ് എഴുതി വിടുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എത്ര ഗുരുതരമായ വീഴ്ചയാണ് അത്. മുഖേന എന്താണ് സംഭവിക്കുക? നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ തന്നെ വ്യാജമാണ് എന്ന് പറയുന്നതിന് തുല്യമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണത്. അപ്പോൾ അതായത് ഖുർആനെയും സുന്നത്തിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്. സ്വഹാബികളെ ആക്ഷേപിച്ചാലും ചീത്ത പറഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് തകർക്കാൻ പറ്റുള്ളൂ. കാരണം അവരാണ് നമുക്ക് എന്ത് ചെയ്തത്? ദീനെത്തിച്ചു തന്നത്. അപ്പോൾ സ്വഹാബികളെ ചീത്ത പറയുന്ന ആളുകൾ അവർ മുഅ്മിനീങ്ങളല്ല എന്ന് ആർക്കറിയാം? സ്വഹാബികൾക്കറിയാം. അപ്പോൾ അദ്ദേഹം ചാടി പറഞ്ഞു, നീ മുനാഫിക്കാണ്, നിന്റെ ഹൃദയത്തിൽ എന്തില്ല? ഈമാനില്ല. മാത്രമല്ല വഹാദ യുദ്ഹിറു അൽ ഈമാൻ, ഇവൻ വെറുതെ ഈമാൻ പ്രകടിപ്പിക്കുന്നത് മാത്രമാണ്. വമഅ ദാലിക യഖൂലു ഹാദാ അൽ ഖൗൽ, അതോടൊപ്പം തന്നെ ആ സ്വഹാബി പറഞ്ഞു, ല ഉഖ്ബിറന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിത് എന്ത് ചെയ്യും? നബിയോട് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിഷയം ഫബലഗ ദാലിക നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിഷയം നബിക്കെത്തി. വനസല അൽ ഖുർആൻ, ഖുർആൻ ആയത്തിറങ്ങി. ഈ ആയത്താണ് ഇറങ്ങിയത്, നേരത്തെ സൂചിപ്പിച്ച ആയത്ത്.
വഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫഅന റഅയ്തുഹു മുതഅല്ലിഖൻ ബിഹിഖബി നാഖത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹിസാമി തൻകുബുഹുൽ ഹിജാറ. അങ്ങനെ ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, ഇത് പറഞ്ഞയാൾ, അവനെ ഞാൻ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിൻ്റെ ഹിഖബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ബന്ധിച്ചിരിക്കുന്ന എന്താണ്, ഈ ബെൽറ്റാണ്, അതിലിങ്ങനെ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണ് ഈ പറഞ്ഞ മുനാഫിക്കായ ആള്. ആ ബെൽറ്റിൽ തൻകുബുഹുൽ ഹിജാറ, കല്ലുകൾ വന്ന് അവൻ്റെ മേലിങ്ങനെ അടിക്കുന്നുണ്ട്. അവനിങ്ങനെ നബിയുടെ ഒട്ടകത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ പിടിച്ചിട്ട് വഹുവയക്കൂൽ, അവൻ പറയണ യാ റസൂലല്ലാഹ് ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ വെറുതെ കളിയും തമാശയുമായിട്ട് പറഞ്ഞതാണ്, കാര്യമായിട്ട് പറഞ്ഞതല്ല എന്നെന്ത് ചെയ്യുന്നു ഈ മനുഷ്യൻ നബിയുടെ പിന്നാലെ നടന്നിട്ട് ഇതിങ്ങനെ പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കൊണ്ടും റസൂലിനെ കൊണ്ടുമാണോ നിങ്ങൾ പരിഹാസം കാണിക്കുന്നത്, കളി കാണിക്കുന്നത് എന്ന് നബിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ സന്ദർഭം. വഹാദിഹിൽ ഖിസ്സത്തു ലഹ അൽഫാദുൻ, ഇത് വ്യത്യസ്ത ലഫ്ളുകളിൽ ഈ ഖിസ്സ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹിയ സ്വഹീഹ, ആ കഥ എന്താണ്, സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടതാണ്. റവാഹ ഇബ്നു ജരീർ ഇബ്നു അബി ഹാത്തിം വഗൈറുഹുമ, ഇമാം ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിമും അതല്ലാത്തവരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖദ് ദക്കറഹ മുഹദ്ദിസുൽ യമൻ, യമനിലെ മുഹദ്ദിസ് ഇത് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? വൽ മുസ്ലിഹ് ഫി റുബൂഇഹ, യമനിലെ ഇസ്ലാഹിൻ്റെ ആളായ, അവിടെ പരിവർത്തനം നടത്തിയ അൽ ഹാഫിദുൽ അല്ലാമ അസ്സാഹിദ് അൽ വറ അഷേഖ് മുഖ്ബിൽ അൽ വാദിഇ റഹിമഹുല്ല ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? വസായിൽ ഉലമാലും മറ്റുള്ള മുസ്ലിം നേതാക്കന്മാരും ഉലമാക്കളും സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫി കിതാബിയ സ്വഹീഹ് അൽ മുസ്നദ് മിൻ അസ്ബാബിൻ നുസൂൽ എന്നുള്ള ഗ്രന്ഥത്തിൽ. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വമുൻദിരീൻ, നാം മുർസലീങ്ങളെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും അതേപ്രകാരം തന്നെ നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്നവരുമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല. വയുജാദിലുല്ലദീന കഫറൂ ബിൽ ബാത്തിലി, കുഫാറുകളായ ആളുകൾ അവർ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ബാത്തിൽ കൊണ്ട്, നിരർത്ഥകമായ കാര്യങ്ങൾ കൊണ്ട്, അസത്യം കൊണ്ട്. ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ, ആ ബാത്തിൽ കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹക്കിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. വത്തഖദു ആയാതി വമാ ഉൻദിറു ഹുസ്വ, അവർ നമ്മുടെ ആയാത്തുകളെയും അതേപ്രകാരം അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന നരകത്തെ സംബന്ധിച്ചുമെല്ലാം അവരതിനെന്ത് ചെയ്യുന്നു? ഹുസ്വായി കാണുന്നു. അവരതിനെ വെറും കളിയും തമാശയും പരിഹാസവുമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഈ ആയത്തും വളരെ സ്പഷ്ടമാണ്. ഫഹാദാ മിമ്മാ കഫറ ബിഹിൽ കുഫാർ അന്നഹും ഇത്തഖദു ആയാത്തില്ലാ ഹാദാ മാ ഉൻസില അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ആയാത്തുകൾ, വമാ ഉൻദിറു, അതേപ്രകാരം അവരോട് താക്കീത് നൽകപ്പെട്ടിരിക്കുന്ന കാര്യം, അള്ളാഹുവിൻ്റെ എന്താണ് താക്കീതുകൾ, വഈദുല്ലാഹ് ഇത്തഖദുഹു ഹുസ്വ, അവരതിനെന്ത് ചെയ്തു? പരിഹസിച്ചു. ഫഹാദ മിമ്മാ കഫറ ബിഹിൽ കുഫാർ, ഇത് കുഫാറുകളെ കുഫറിലെത്തിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ എന്താണ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്, മുർസലീങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായി കൊണ്ടാണ്. കുഫാറുകളായ ആളുകൾ ബാത്തിൽ കൊണ്ട് ഹക്കിനെ തകർക്കാൻ വേണ്ടിയിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ആയാത്തുകളെ പരിഹാസമായി കാണുന്നു. അവരോട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യുന്നു? എന്നാൽ പിന്നെ ആ ശിക്ഷ ഒന്ന് വരട്ടെ എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുന്നു? അതിനെ പരിഹസിക്കുന്നു. ഫദല്ല ഹാദാ ദലാലത്തൻ ബയ്യിന, ഇത് വളരെ സുവ്യക്തമായ എന്ത് ചെയ്യുന്നുണ്ട്? തെളിവ് നൽകുന്നുണ്ട്. അലാ അന്ന മൻ ഇസ്തഹ്സഅ ബിശൈഇൻ മിനദ്ദീൻ ഫഖദ് നഖദ ഇസ്ലാം, ആരാണോ ദീനിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യത്തെ പരിഹസിക്കുന്നത് അവൻ്റെ ഇസ്ലാം എന്ത് ചെയ്തു? മുറിഞ്ഞു എന്നുള്ളതിനെ അറിയിക്കുന്നുണ്ട്. ഔ അബാന നിഫാഖഹു, അല്ലെങ്കിൽ അവൻ്റെ നിഫാഖിനെ അവൻ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അപ്പം ഇങ്ങനെ പരിഹസിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എന്താണ്? നിഫാഖാണ് എന്ന് എന്ത് ചെയ്യാം? വ്യക്തമാകും. ഏതെങ്കിലും ഒരു നിയമങ്ങളെ ഇങ്ങനെ പരിഹസിച്ചു കഴിഞ്ഞാൽ. ഹാദാ ഇദാ കാന ഇസ്തിഹ്സാഉ ബിദ്ദീൻ വ ബിസ്വാലിഹീന മിൻ അൻ അജ്ലിദ്ദീൻ, ഇത് ദീനിനെ പരിഹസിച്ചാലുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ സ്വാലിഹീങ്ങളായ ആളുകളെ പരിഹസിക്കുന്നു ദീനിൻ്റെ കാരണത്താൽ, ദീന് മുറുകെ പിടിക്കുന്നു എന്നുള്ള കാരണത്താൽ, അവരോടുള്ള എന്തെങ്കിലും വ്യക്തിവിദ്വേഷം കൊണ്ടോ മറ്റൊന്നുമല്ല. പിന്നെയോ അവൻ ദീൻ മുറുകെ പിടിക്കുന്നു, അവൻ താടി വയ്ക്കുന്നു എന്നുള്ള കാരണത്താൽ, അല്ലെങ്കിൽ അവൻ ദീനിൻ്റെ നിയമങ്ങളെ പറയുന്നു എന്നുള്ള കാരണത്താൽ ആ ഹൈസിയത്തിൽ അവനെ പരിഹസിച്ചാൽ അത് മുഖേന എന്ത് ചെയ്യും? കുഫർ സംഭവിക്കും.
അമ്മൽ ഇസ്തിഹ്സാഉ ബിൽ അഫ്റാദ്, എന്നാൽ ഒരു വ്യക്തികളെ ഒരാൾ എന്ത് ചെയ്യുന്നു, പരിഹസിക്കുന്നു. ഫഹാദ ഫുസൂഖുൻ, വ്യക്തി എന്നുള്ള നിലയിൽ ഒരാളെ പരിഹസിച്ചാൽ അത് എന്ത് മാത്രമാണ്, ഒരു തിന്മയാണ്, ഫുസൂഖ് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത പറയുക എന്നുള്ളത് എന്താണ്, തിന്മയാണ്, ഫുസൂഖാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് അവനെ പരിഹസിച്ചതെങ്കിൽ അത് തിന്മ മാത്രമാണ്. നേരെ മറിച്ച് ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു ദീനിൻ്റെ നിയമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു, അവൻ താടി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും നിയമങ്ങളെ അവൻ ശക്തമായി പിന്തുടരുന്നു എന്നുള്ള ഹൈസിയത്തിൽ അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ താടിയെ പരിഹസിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ദീനിയായ ചിട്ടകളെ കളിയാക്കുന്നു, അവൻ്റെ വസ്ത്രത്തെ കളിയാക്കുന്നു. എന്നാൽ അതെന്താണ്, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വസ്ത്രമേലെ ഉടുക്കുന്നു, ഇതിനവൻ ആ നിയമം പാലിക്കുന്നു എന്നുള്ള കാരണത്താൽ അവനെ പരിഹസിച്ചാൽ എന്താണ്, ഇത് കുഫ്ർ സംഭവിക്കുന്ന കാര്യമാണ്. നഊദു ബില്ലാഹ്. യാനി ലൗ ജാ ഇൻസാനുൻ യസ്ഖറു മിനൽ ലഹ്യ, ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ എന്ത് ചെയ്യുന്നു, താടിയെ പരിഹസിക്കുന്നു. വയസ്തഹ്സിഉ മിനൽ ലഹ്യ, ഈ ലഹ്യത്തിനെ അവൻ കളിയാക്കുകയാണ്. വയക്തുബു കലാമൻ യസ്ഖറു ഫീഹി മിനൽ ലഹ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുന്നു താടിയെ പരിഹസിച്ചുകൊണ്ടുള്ളതായ എഴുത്തുകൾ. ഇൻകാന ഇസ്തിഹ്സാഉഹു മിനൽ ലഹ്യത്തി മിനൽ ഫിഅലി മഅ ഇൽമിഹി ബിസുബൂതി ദാലിക ഫി ശറഇൽ, ഇത് സ്ഥിരപ്പെട്ടതാണ് എന്നുള്ള അറിവിനോടുകൂടെ ഈ പ്രവൃത്തി, താടി വെക്കുക എന്നുള്ളതായ പ്രവൃത്തി അവൻ എന്ത് ചെയ്തു, അവൻ പരിഹസിച്ചാൽ ഫഹാദ കുഫ്റുൻ, അതെന്താണ്, കുഫ്റാണ്. വ ഇൻകാന ഇസ്തിഹ്സാഉഹു മിൻ ലഹ്യത്തി ഫുലാനിൻ അൽ മൻസൂബത്തി ഇലാ ഫുലാനിൻ ലാ ഇലാ ജിഹത്തിൽ ഫിഅലി ഫഹാദ ഫുസൂഖുൻ വലൈസ കുഫ്റ, എന്നാൽ അവൻ ഇത് പരിഹസിച്ചത് ദീനിൻ്റെ നിയമം എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു എന്നുള്ള കാരണത്താലല്ല, പിന്നെയോ ഇവൻ്റെ ആ വ്യക്തി എന്നുള്ള നിലയിൽ വേറൊരു കാരണത്താലാണ് ഇവനെ കളിയാക്കിയത്. ഇവൻ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല എങ്കിൽ അതെന്താണ്, തിന്മയാണ്, അത് കുഫ്റാണെന്ന് പറയാൻ ചെയ്യൂല, സാധിക്കുകയില്ല എന്നതാണ്. ഇതാണ് ആറാമത്തെ നാക്കിദ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ആറാമത്തെ കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് നാക്കിദുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് എന്താണ്, ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ അതിനോട് ദേഷ്യം വെച്ച് പുലർത്തുന്നു, ബുഗ്ള് കാണിക്കുന്നു, അതിനോട് കറാഹിയത്ത് കാണിക്കുന്നു, എന്നാൽ അവനിൽ എന്ത് ചെയ്യും, കുഫ്ർ സംഭവിക്കുന്നു. അല്ലെങ്കിൽ ആറാമത്തെ കാര്യം എന്താണ്, അള്ളാഹുവിൻ്റെ ദീനിലുള്ള ഏതെങ്കിലും പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ അതിനാരെങ്കിലും പരിഹസിക്കുന്നു, കളിയാക്കുന്നു, എന്നാൽ അത് മുഖേന എന്ത് ചെയ്യും, കുഫർ സംഭവിക്കും എന്നുള്ളതാണ്. ഇനി ഏഴാമത്തേത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അത് വളരെ വ്യാപകമായി മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അറിവില്ലായ്മ മൂലം നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ദീൻ ധാരാളം പഠിച്ചിരിക്കുന്ന പല ആളുകൾ വരെ എന്ത് ചെയ്യുന്നു, വളരെ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ് സിഹർ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനു വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട്. പല ആളുകളും എന്ത് ചെയ്യുന്നു, അവരെ പോയി സമീപിക്കുന്നു, അങ്ങനെ സിഹർ ചെയ്യലുണ്ട്. ഇത് വളരെ ഗുരുതരമായ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന തിന്മയാണ്. അവരെ ഇത് ചെയ്യുന്ന ആളുകളെ ആകട്ടെ എന്ത് ചെയ്യുന്നു, വലിയ ഷേഖന്മാരായി, വലിയകളായി പുകഴ്ത്തി വെക്കുകയും ചെയ്യുന്നു. അതാണ് അത്ഭുതം. യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫാറുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരെ വലിയൻ്റെ പരിവേഷം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, വൈബറിയുന്നവരാണവർ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരെ വലിയ പരിവേഷം കൊടുക്കുന്നു, ചെയ്യുന്ന രീതികൾ ധാരാളം. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.